ഹമാസ് വക്താവ് അബു ഒബൈദ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന. ഇന്നലെ ഗാസയിൽ നടന്ന ആക്രമണത്തിലാണ് ഹമാസ് വക്താവ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഐസൻ ജോസ് ഒരിക്കൽ കൂടി ചേരുന്നു. ഐസൻ, വിശദാംശങ്ങൾ. ഹമാസ് വക്താവ് അബു ഒബൈദ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇസ്രായേൽ പ്രതിരോധ സേനയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഗാസയിൽ നടന്ന ആക്രമണത്തിലാണ് ഹമാസ് വക്താവ് കൊല്ലപ്പെട്ടത്. 7 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഐസൻ പറയൂ. അനഘ, ഇന്നലെയാണ് ഈ ആക്രമണം സംബന്ധിച്ച വിവരങ്ങളും അബു ഒബൈദയുടെ മരണം സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവിട്ടത്. എന്നാൽ ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേൽ പ്രതിരോധ സേന ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അബു ഒബൈദ എന്ന് പറയുന്ന ഹമാസിന്റെ വക്താവ് ഇടപെടുന്ന വിഷയങ്ങളുണ്ട്. ആ ഇടപെടുന്ന വിഷയങ്ങളെല്ലാം തന്നെ ആക്രമണോത്സുകമായ രീതിയിൽ ഇസ്രായേലിന് നേരെ തിരിയുക എന്ന നീക്കം തന്നെയാണ് അബു ഒബൈദ എന്നും നേതൃത്വം നൽകിയിരുന്നത്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിലും തുടരാക്രമണങ്ങളിലെല്ലാം തന്നെ അബു ഒബൈദയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ അബു ഒബൈദ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന അവസാനത്തെ മുതിർന്ന ഹമാസ് നേതാവ് കൂടിയാണ് അബു ഒബൈദ എന്നതുകൊണ്ട് തന്നെ ഏറെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കൊലപാതകത്തിലൂടെ, ഉബൈദയുടെ മരണത്തിലൂടെ നടന്നിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന അമേരിക്കയുടെ നിലപാടിനെ കുറെ കൂടി ശാക്തീകരിക്കുന്നതും അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതിന് തെളിവ് കൂടിയാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. അനഘ, ഐസൻ തുടരുക. ഇപ്പോൾ യുക്രൈൻ മുൻ സ്പീക്കർ ആൻഡ്രി പെരൂബിയുടെ